ക്ലീൻ കൊടകര മാലിന്യമുക്ത കൊടകര പദ്ധതിയുടെ ഭാഗമായി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ക്ലീൻ കൊടകര മാലിന്യമുക്ത കൊടകരയുടെ ഭാഗമായി പഞ്ചായത്തിലെ 19 വാർഡുകളും മത്സരാധിഷ്ഠിതമായി മാലിന്യമുക്ത പദ്ധതികൾ നടപ്പാക്കുന്നതിന് കൊടകര പഞ്ചായത്ത് വാഗ്ദാനം ചെയ്ത 10 ലക്ഷം രൂപയുടെ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. മനക്കുളങ്ങര ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ 19 വാർഡിലെയും ഹരിതസേന അംഗങ്ങളെയും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും പൊതുപ്രവർത്തകരെയും ജില്ലാ കളക്ടർ ആദരിച്ചു. ഒന്നാം സമ്മാനം വാർഡ് 6 CA റെക്സ്, രണ്ടാം സമ്മാനം വാർഡ് 12 TV പ്രജിത്ത്, മൂന്നാം സമ്മാനം വാർഡ് 13 KG രജീഷ് എന്നീ വാർഡ് അംഗങ്ങൾ കരസ്ഥമാക്കി. മനക്കുളങ്ങര EL പാപ്പച്ചൻ മെമ്മോറിയൽ ഇൻഡോർ സ്റ്റേഡിയം, ഗ്രാമീണ വായനശാല, വനിതാ ഫിറ്റ്നസ് സെന്റർ, ADS ഓഫീസ് എന്നിവ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ്, സ്ഥിരം സമിതി അധ്യക്ഷ സ്വപ്ന സത്യൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ടെസി ഫ്രാൻസിസ്, പഞ്ചായത്ത് സെക്രട്ടറി ബിന്ദു G നായർ എന്നിവർ സംസാരിച്ചു. എത്ര വികസിച്ചു പോയാൽ നമ്മൾ പലപ്പോഴും നമ്മുടെ പരിസരങ്ങളെ നന്നായി സൂക്ഷിക്കുന്ന കാര്യത്തിൽ ചില കുറവുകൾ നമുക്കുണ്ട്. ഏറ്റവും മികച്ച വിദ്യാഭ്യാസത്തിലൂടെ ഏറ്റവും മികച്ച ആരോഗ്യ പ്രവർത്തനങ്ങളുണ്ട്, ഏറ്റവും മികച്ച റോഡുകളും വൈദ്യുതി സംവിധാനങ്ങളും സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനവും ഇങ്ങനെ തുടങ്ങിയ വികസനത്തിൻ്റെ ഒരു 21 സൂചകങ്ങളിൽ 17 എണ്ണത്തിലും ഒന്നാം സ്ഥാനം കേരള. പക്ഷേ അതിനാനുപാതികമായിട്ട് മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിലും ശുചിത്വ പ്രവർത്തനങ്ങളിലുമെല്ലാം ഇതിനാനുപാതികമായി കേരളത്തിന് അത്ര ഒന്നാം സ്ഥാനം. പ്രത്യേകിച്ച് നമ്മുടെ ഹരിതകർമ്മസേന അംഗങ്ങളുടെ പ്രയത്നമാണ് എല്ലാത്തിനും നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചത്. ഇത് തുടങ്ങുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല, പക്ഷെ എന്നാലും ഇപ്പോൾ കുറച്ച് നല്ല ഇമ്പ്രൂവ് ആയിട്ട്, ഇപ്പോൾ വരുമാനത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവും. പക്ഷെ അത് തുടങ്ങി ആ ഘട്ടത്തിൽ നിന്ന് ഈ ഘട്ടത്തിലോട്ട് എത്താന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. അപ്പോൾ അതിൽ എല്ലാവരുടെ ഭാഗത്തു നിന്നും സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ഇതേ തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ശുചിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗവൺമെൻറ്റിൻ്റെയോ പഞ്ചായത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല, എല്ലാവരും കൂടെ ചെയ്തിട്ട് ജോയിൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ്. സമൂഹവും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒറ്റക്കെട്ടായി. നമുക്കറിയാം, ശ്രീ PR പ്രസാദൻ ഇവിടുത്തെ വാർഡ് മെമ്പറായിരിക്കും പ്രസിഡൻ്റായിരുന്ന സമയത്താണ് നമുക്ക് ഈ വാർഡിലെ സ്ഥിരതാമസക്കാരിയായ ഓമന ചേച്ചി എന്ന് പറയുന്ന കൊടകര തട്ടാൻ വീട്ടിൽ ഓമന ചേച്ചി 24 സെന്റ് സ്ഥലം നമ്മളുടെ ഈ വേദിയിലിരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മുകുന്ദേട്ടൻ, അന്നത്തെ പൊതുപ്രവർത്തകനാണ്, മുകുന്ദേട്ടനെ സ്നേഹവും ഈ വീടിൻ്റെ ഈ സ്ഥലത്തിൻ്റെ ആധാരം നൽകുകയും അത് മുകുന്ദേട്ടൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് അത് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റിനെ ഏൽപ്പിക്കും.